നമസ്കാരം, ധനേഷ് സ്പീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾ നമ്മൾ കണ്ടിട്ട് അങ്ങനെ നമ്മൾ വലിച്ചുവരി വീഡിയോ ചെയ്യാത്ത ആളാണ്. നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് അല്ല നമുക്ക് വേറെ കാര്യങ്ങൾ ചാനൽ പ്രൊമോട്ടപരമായിട്ട് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നമ്മുടെ നാട്ടിലൊരു സുഹൃത്ത്, സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു നാട്ടുകാരൻ എന്ന് പറയാം. കാരണം അദ്ദേഹത്തെ പരിചയം എനിക്കില്ല, എന്നെ മുമ്പ് കണ്ട് പരിചയങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ, അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റ് മുറിവുണ്ടായി. അതിൽ ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ അതിനകത്തുനിന്ന് സൂചി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ തിങ്കളാഴ്ച എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ അടൂരിൽ നിന്ന് കടമനാട്ടേക്ക് ബസ് കയറാൻ വന്നപ്പോൾ ബസ് വരികയും ഞാൻ ബാക്ക് സൈഡ് ഡോറിലേക്ക് നടന്ന് കയറാൻ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു വരും. കാലി വയ്യാത്ത വ്യക്തിയാണെന്ന് കണ്ടപ്പോൾ ഞാൻ ആ മുറിവ് ഒറ്റ നോക്കിയുള്ളൂ. കാരണം നീരൊക്കെ അടിച്ച് മരുന്നെന്തോ തേച്ചിട്ടുണ്ട് അവിടെ, എന്നാൽ കവർ ചെയ്ത് ഒട്ടിക്കുകയോ എടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹം കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് കയറിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം തൂരമുക്കിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ കടമായിട്ടിറങ്ങുകയും ചെയ്തു. അപ്പം പെട്ടെന്ന് യാദൃശ്യമായിട്ട് ഇപ്പം ന്യൂസിൽ അദ്ദേഹത്തെ കണ്ടപ്പം, കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടപ്പം ആ സംഭവം, അതിൻ്റെ ആ മുറിവ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കത്തില്ല. കാലൊക്കെ നല്ലോണം നീരടിച്ചിട്ട് ഈ കാലിൻ്റെ വലതുകാലിൻ്റെ താഴെ ആ പുറ്റിയുടെ നമ്മുടെ മേൽവശത്ത് ഭാഗത്ത് തടിച്ചിട്ട് ഒരു വെളുത്തിരിക്കുവാണ്. ആ മരുന്നില്ലാണ്ട് തേച്ച ഒരു പഴുത്ത പോലുള്ള അവസ്ഥയായിരുന്നു ഞാൻ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ നാലോചിച്ച് നോക്കി, അത്രയും വേദനയ്ക്കകത്തൊരു സൂചിയും കൂടെ അതിനകത്ത് കയറിയിരിക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നമ്മുടെ നാട്ടുകാരോട് മാത്രമല്ല പറഞ്ഞു, ഇത്തരം സമാനമായ കേസുകൾ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നുണ്ടാകുമെന്ന് ഇത്രയും പോരാ. ഒരു സ്ത്രീ ഇതിനു മുമ്പ് പോരാടിയ കഥ നമ്മൾ കേട്ടതാണ് വയറ്റിനുള്ളിൽ. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ഏത് സർക്കാർ മാറി തിരിഞ്ഞ് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഗവൺമെൻറ് ആശുപത്രികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അത് എല്ലാ ജില്ലകളിലും, ഇന്ന ജില്ലയെന്നില്ല, എല്ലാ ജില്ലകളിലെ എല്ലാ താലൂക്ക് ആശുപത്രി, ഏത് ഗവൺമെൻറ് ആശുപത്രി ആയിക്കോട്ടെ, എല്ലായിടത്തും സമാനമായിട്ടുള്ള പരാതികളും പ്രശ്നങ്ങളുമാണ്. നമുക്ക് ഒരു ദിവസമെങ്കിലും ഒരു ഗവൺമെൻറ് ആശുപത്രിയെക്കുറിച്ചൊരു വാർത്തയില്ലാത്തൊരു ദിവസമില്ല വാർത്താ ചാനലുകളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മെർസൽ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ പാവപ്പെട്ട ആൾക്കാർ, അന്നന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സാധുവായിട്ട് മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു പനിയാകട്ടെ, അവർക്ക് എത്ര കാര്യങ്ങളാവട്ടെ, അവർക്ക് ആശ്രയം ഗവൺമെൻറ് ആശുപത്രിയാണ്. അവർ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ്, അവർക്കൊക്കെ ഗവൺമെൻറ് ആശുപത്രിയാണ് ആശ്രയം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തുടങ്ങരുത്. ഗവൺമെൻറ് ആശുപത്രിക്കാരുടെ പ്രത്യേകം പറയണം. നിങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രി ആകുമ്പോൾ 100 കൂട്ടം തിരക്കുകളും കാര്യങ്ങളും ശരിയാണ് എന്നും കറങ്ങി നിങ്ങളുടെ കൈകളിരിക്കുന്ന മരുന്നാകട്ടെ എന്തുവായാലും അത് ആ ജനങ്ങളുടെ സംരക്ഷണമാണ് നിങ്ങളുടെ കയ്യിരിക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. ദൈവത്തെ ഒരു സർക്കാരോട് പറയണം, കേരളത്തിലെ ഈ ഗവൺമെൻറ് ആശുപത്രികൾ ഇങ്ങനെ വിട്ടു